പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞങ്ങളുടെ ബ്ലാത്തൂർ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് നിങ്ങൾക്കൊരു അത്ഭുതമായിരിക്കും, ഇതാണോ ബസ് സ്റ്റാൻഡ് എന്ന്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ബ്ലാത്തൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെയുള്ള വലിയ സൗകര്യങ്ങളും അതിനെല്ലാം ഉപരി 5 വർഷമായി ഉദ്ഘാടനം ചെയ്ത ഈ ബസ് സ്റ്റാൻഡിൽ ഇഷ്ടംപോലെ ബസ്സുകൾ കയറി ഇറങ്ങും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ കാട് കയറി കിടക്കുന്ന അവസ്ഥയാണ്. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ്. 5 വർഷമായി ഇങ്ങനെയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ പണിത് നിർത്തിയിട്ട് ബ്ലാത്തൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറി ഒരു ബസ് ഇങ്ങോട്ട് വന്നാൽ വേറൊരു വാഹനത്തിന് തിരിച്ചങ്ങോട്ട് പോകാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇങ്ങോട്ടുള്ള റോഡ് പോലും. ഇവിടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ് ഈ ബസ് സ്റ്റാൻഡിൽ സ്ഥലം വിട്ടുകൊടുത്തത്. ഈ ബസ് സ്റ്റാൻഡ് വരുമ്പോൾ ആളുകൾ ഇതിനെ സ്വീകരിച്ചത്. ഒരു ബസ് പോലും 5 വർഷത്തിനിടയിൽ ഇവിടെ വന്നിട്ടില്ല. രാത്രി ബസ്സുകൾ വന്ന് ഇവിടെ ഇതിങ്ങനെ ബസ് കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റി എന്നതിനപ്പുറത്ത് 25 വർഷം CPM ഭരിച്ച പടിയൂർ പഞ്ചായത്തിന്റെ നേർചിത്രമാണ് ഈ ബസ് സ്റ്റാൻഡിലൂടെ നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞങ്ങളുടെ പടിയൂർ പഞ്ചായത്തിലെ ലോക നിലവാരത്തിലുള്ള മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ റോഡ്. ഈ റോഡ് പടിയൂർ പഞ്ചായത്തിലെ പടിയൂരിനെയും കല്യാട് ഊരത്തൂര് ബ്ലാത്തൂർ മേഖലകളെയും എല്ലാം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൂവം കല്യാട് റോഡാണ്. നാട്ടുകാർക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. പ്രധാനമായി കല്യാട് വില്ലേജിലെ ജനങ്ങൾ മുഴുവൻ പടിയൂരിലേക്ക് ബന്ധപ്പെടേണ്ട റോഡാണ്. അതുപോലെ തന്നെ ഊരത്തൂർ PHCയിലേക്ക് പടിയൂർ മേഖലയിലുള്ള ആളുകൾക്ക് ബന്ധപ്പെടേണ്ടതും ഈ റോഡ് വഴിയാണ്. അത്രയും പ്രധാനപ്പെട്ട റോഡാണ് പൊട്ടിത്തകർന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത അത്രയും ദുഷ്കരമായ രീതിയിൽ, കാൽനട പോലും ദുഷ്കരമായ രീതിയിൽ ആയിത്തീർന്നിരിക്കുന്നത്. ഇതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോക നിലവാരത്തിലുള്ള ന്യൂയോർക്ക് സിറ്റിയിലെ റോഡിനെ വെല്ലുന്ന റോഡുകളാണ് നമ്മുടെ പഞ്ചായത്തിലെ, നമ്മുടെ നാട്ടിലെ റോഡുകൾ എന്ന് വലിയ രീതിയിൽ വീമ്പിളക്കിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് നിങ്ങളുടെ ശവപ്പെട്ടിക്കടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക.